ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി ദാൽ തടക്കയാണ്. ദാൽ ഫ്രൈ എന്ന് പറയും ചിലയിടത്ത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദാൽ കറിയാണിത്. ചെറുവയറ്റും പരിപ്പാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. തക്കാളി എടുത്തിട്ടുണ്ട്, അര ഭാഗം എടുത്തിട്ടുള്ള ഒരു വലിയ തക്കാളിയുടെ. സവാള ചെറിയ ഒരെണ്ണം. പിന്നെ ഇടിച്ച മുളക് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ. 3 വെളുത്തുള്ളി അല്ലി. കായം ഒരു 3 പിഞ്ച് നമുക്ക് വേണം, അതുകൊണ്ട് കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുവയറ്റും പരിപ്പ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുതിർത്തിയൊന്നും വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അപ്പം തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഭാഗം എടുക്കുക. പകുതി ഭാഗം എടുത്ത ശേഷം ഒരു വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചെറുവയറ്റും പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അധിക സമയമൊന്നും ഇതിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട. ഈ പരിപ്പ് വേവുന്ന ഒരു സമയമാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്, പക്ഷേ നല്ല സ്വാദ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത ശേഷം നമുക്കിനി അതൊന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. തിളയ്ക്കാൻ പാകത്തിനുള്ള അളവിൽ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. 3 പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ ഹെവി ഇൻഗ്രീഡിയൻസും ഇതിൽ ചേരുന്നില്ല കേട്ടോ. ഹെവി മസാലകളൊന്നും ചേരാതെ വളരെ ലൈറ്റായ ഒരു പാവം കറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മനുഷ്യപ്പറ്റുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യപ്പറ്റെന്ന്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്ന ചില കറികളുണ്ടാവുമല്ലോ, അതുപോലെയൊന്നുമല്ല, പെട്ടെന്ന് ഈസിയാണ്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് ഓൾറെഡി. നല്ല ഈ മസാലകളൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട്. നോർത്ത് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതുപോലുള്ള കറികൾ ധാബകളിൽ നിന്നൊക്കെ കിട്ടും. റോട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ സ്വാദാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത ശേഷം താളിപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്, തടുക്ക ഇടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ പരിപ്പ് അവിടെ ഓഫ് ചെയ്തേ. പരിപ്പ് നല്ലപോലെ തിളവന്നൊന്ന് മിക്സായി കിട്ടിയപ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തടുക്ക ഇടുന്നത്. നമ്മുടെ നെയ്യൊക്കെ നന്നായി ഉരുകി കിട്ടി. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം അത്യാവശ്യം നന്നായിട്ട് വേണം, ചെറുജീരകമാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു, 2 എണ്ണം. നമ്മൾ പകുതിയോളം സവാള ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ചോപ്പ് ചെയ്ത പോലെ അരിഞ്ഞെടുത്ത് അതും ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞെടുത്ത് അത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി 1 പിഞ്ച്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമ്മൾ പരിപ്പിൽ ചേർത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മളിതുപോലെ തടുക്ക ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു ആരോമ, ഒരു സ്വാദ് നമുക്ക് കിട്ടും. ആ ഒരു മണമൊക്കെ കൂടെ ഒരു പ്രത്യേക ഒരു സ്വാദാണതിന്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ താളിപ്പിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കായം 2 പിഞ്ച് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, തടുക്ക നല്ലപോലെ നമ്മൾ കടുക് വറുക്കില്ലേ, അതിനാണ് ഈ തടുക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടുകിന് പകരം ഇവിടെ ജീരകമാണ്. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഇടിച്ച മുളക്, അതായത് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇടിച്ച മുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മുളകിട്ട ശേഷം, മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരുപാടൊന്നും നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പഞ്ചാബി ധാബയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടുക്ക ഇടുന്ന അല്ലെങ്കിൽ ഒരു താളിപ്പിൻ്റെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് ഇപ്പം. നല്ലൊരു അരോമ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. കാരണം ഇതിലധികം എരിവൊന്നും ചേരുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് അലങ്കരിച്ച് ഒരു പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം. കുറച്ച് ഒരു 2-3 സ്ലൈസ് സവാളയൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ദാൽ ഫ്രൈ അല്ലെങ്കിൽ പഞ്ചാബി ദാൽ തഡ്ക എന്നാണ് ഇതിന് പറയുന്നത്. ഈസി മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്.
ഇങ്ങനെയാണ് ഇത്, ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കും. നമ്മളിടുന്ന ഓരോ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.